എന്നെ തല്ലേണ്ട മാവ, ഞാൻ നന്നാവൂല എന്ന് കോൺഗ്രസ്. ഒന്നേ ഉള്ളൂ എങ്കിലും ഒലക്ക കൊണ്ട് തല്ലി വളർത്തണമെന്ന് തരൂർ. ഇതിപ്പോ കുടുംബകാര്യം മൊത്തം അങ്ങാടിപ്പാട്ടായി. വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിച്ചിരുന്ന പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചു തുടങ്ങി. സംസ്ഥാനത്തെ വ്യവസായ വളർച്ചാ വിഷയത്തിലെ പരാമർശത്തിന്റെ പേരിൽ തന്നെ വിമർശിച്ചവരെ ട്രോളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് നേതാക്കൾ തമ്മിൽ തല്ലുന്നതിൽ ദുഃഖമുണ്ടായിരുന്നു. എന്റെ വിഷയത്തിലെങ്കിലും അവർക്കിടയിൽ ഐക്യം വന്നല്ലോ, അതിൽ സന്തോഷമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരുവനന്തപുരത്തെത്തിയ ശശി തരൂർ പറഞ്ഞത്. തരൂർ ഇപ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് മറുപടി കൊടുക്കുന്നത്. ആ പറഞ്ഞതിൽ ഇത്തിരി വലിയ കാര്യവുമുണ്ട്. തമ്മിൽ തല്ലും ബഹളവും കൊണ്ടാണ് കോൺഗ്രസ് സ്ഥിരം വോട്ടുകൾ പോലും നഷ്ടപ്പെടുത്തി പിന്നെയും പിന്നെയും തോറ്റു തുന്നം പാടുന്നത്. എന്നിട്ടിപ്പോ ആക്രമിക്കുന്നത് കൂടെയുള്ള ഒരാളെയാണെന്ന ബോധം പോലും ഇല്ല. ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെന്ന് വ്യക്തമാക്കിയിട്ടും കോൺഗ്രസിലെ ഉൾപാർട്ടി പോരിനെ പരോക്ഷമായി പരിഹസിച്ചാണ് ശശി തരൂർ കേരളത്തിൽ മടങ്ങിയെത്തിയത്. തരൂർ ഇതൊക്കെ എത്ര കണ്ടതാ? ഓലപ്പടക്കം കണ്ട് പേടിച്ചിരിക്കാൻ കേരളത്തിലെ കോൺഗ്രസുകാർ കണ്ടു പരിചയിച്ച 8ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള തിണ്ണമുടുക്ക് കാണിക്കുന്ന നേതാവല്ല തരൂർ എന്ന് ഓർത്താൽ നന്ന്. പരാതി പറയാനല്ല താൻ രാഹുലിനെ കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിലും പരാതി പറയുന്ന ആളല്ല. കുറെ നാളായി പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അറിയിക്കാനാണ് പോയത്. ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച വേണമെന്ന് രാഹുലിനോട് ഞാനാണ് ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു. എനിക്കൊരു പ്രശ്നവുമില്ല. ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരാണ് അക്കാര്യം പറയേണ്ടത്. ഞാൻ എഴുതിയ ലേഖനത്തിൽ ആധാരമാക്കിയ റിപ്പോർട്ടിനെ കുറിച്ചാണ് വിമർശനം ഉയർന്നത്. വേറെ കണക്കുകൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ തയ്യാറാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മയും അത് പരിഹരിക്കാൻ ആവശ്യമായ മാർഗങ്ങളെ കുറിച്ചും കഴിഞ്ഞ 16 വർഷമായി ഞാൻ പറയുന്നു. ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടന്നുവെന്ന് റിപ്പോർട്ടിൽ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം എഴുതിയത്. അതേക്കുറിച്ച് കൊച്ചിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഞാൻ ആധാരമാക്കിയത് CPM-ന്റെ റിപ്പോർട്ടല്ല, വിവാദമുണ്ടാക്കാനല്ല ലേഖനം എഴുതിയത്. എന്നാൽ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയ വിഷയത്തെക്കുറിച്ച് ചർച്ച വന്നത് നല്ല കാര്യമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അത് സഹായിക്കും. കക്ഷി രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല. തങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ എന്തൊക്കെ നടപടികളാണ് ഉള്ളതെന്ന് ജനം നോക്കുന്നത് എന്നുമാണ് ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ, റോസിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ റോസി പൊയ്ക്കോളൂ, എനിക്ക് പോകാൻ മനസ്സില്ലെന്ന്. എന്തായാലും ശശി തരൂർ തിരിച്ചുമെത്തി, മേളം കൊഴുക്കുന്നുമുണ്ട്. ബാക്കി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്, കണ്ടു തന്നെ അറിയാം.